കണ്ടല്ലൂർ ഫാർമേഴ്സ് ബാങ്ക് 1410 ശതാബ്ദി ആഘോഷത്തിന് തുടക്കമായി. സുകൃതം 2026 എന്ന ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷത്തിനാണ് തുടക്കമായത്. കണ്ടല്ലൂർ ഫാർമേഴ്സ് ബാങ്ക് 1410 ശതാബ്ദി ആഘോഷങ്ങൾക്ക് തുടക്കമായി. സുകൃതം 2026 എന്ന പേരിൽ നടക്കുന്ന ശതാബ്ദി ആഘോഷം മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല MLA ഭദ്രദീപം കൊളുത്തി തുടക്കം കുറിച്ചു. സഹകരണ ബാങ്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാങ്കാണ്, നമ്മുടെ പണമാണ് ഇതിനകത്തുള്ളത്. ഇവിടുന്ന് ലോൺ എടുക്കുന്ന ആളുകൾ തിരിച്ചടച്ചാൽ മാത്രമേ അടുത്ത ആൾക്ക് ലോൺ കൊടുക്കാൻ കഴിയൂ. അതുകൊണ്ട് സഹകരണ പ്രസ്ഥാനം നിലനിൽക്കണമെങ്കിൽ സഹകാരികളുടെ പൂർണ്ണമായ സഹായം ഉണ്ടാകണം. അല്ലാണ്ട് ഗവൺമെൻറ് നൽകുന്ന പണമല്ല, സഹകാരികളുടെ പണം കൊണ്ടാണ് നടത്തി വരുന്നത്. അപ്പോൾ ലോൺ എടുക്കുന്ന ആളുകൾ കൃത്യമായി തിരിച്ചടച്ചാൽ മാത്രമേ ബാങ്കിന് നിലനിൽക്കാൻ സാധ്യമാവുകയുള്ളൂ. ബാങ്ക് പ്രസിഡന്റ് ബിജു ഈരിക്കൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുൻ കേരള ഹൈക്കോടതി ജഡ്ജി കെ ഹരിലാൽ ഉദ്ഘാടനം നിർവഹിച്ചു. മഹത്തായ ലക്ഷ്യം എന്ന് പറഞ്ഞത് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയ്ക്ക് ബദലായി സ്വയം പര്യാപ്തമായ ഒരു ഗ്രാമീണ സമ്പദ് വ്യവസ്ഥ കെട്ടിപ്പടുക്കുക എന്നുള്ളതായിരുന്നു ഈ ബാങ്കിൻ്റെയും ഇതുപോലുള്ള സഹകരണ സ്ഥാപനങ്ങളുടെയും അന്നത്തെ ലക്ഷ്യം. സംഘടന കൊണ്ട് ശക്തരാകാൻ കഴിയും എന്നുള്ളതിൻ്റെ തെളിവാണ് ഇന്ന് കേരളമെമ്പാടും പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന 23,000-ൽ പരം വരുന്ന സർവീസ് സഹകരണ സംഘങ്ങൾ. അഡ്വക്കേറ്റ് യു പ്രതിഭ MLA മുൻ പ്രസിഡന്റുമാരെ ആദരിച്ചു. സഹകരണ സ്ഥാപനങ്ങളൊക്കെ പ്രശ്നമുള്ളതാണെന്നൊരു ചർച്ച കൂടി ഇടക്കാലത്ത് വന്നിരുന്നു. പക്ഷെ അത് അങ്ങനെ ഒരു അബദ്ധം നമ്മുടെ സമൂഹത്തിലെ ചർച്ചയ്ക്ക് വരാൻ പാടില്ല. പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടും എന്നല്ലാതെ എല്ലാം പ്രശ്നമാണ് എന്ന് പറയുന്നൊരു രീതിയൊക്കെ അടുത്ത കാലത്തായിട്ടുണ്ട്. കൂടാതെ നമ്മളുടെ എല്ലാവരുടെയും, അതായത് ചെറുതും വലുതുമായിട്ടുള്ള ധാരാളം നിക്ഷേപം നടത്തുന്ന ഒരു സ്ഥലമാണ്. അത്തരം വർത്തമാനം വന്ന അവസരത്തിൽ നിക്ഷേപങ്ങൾ പിൻവലിക്കുന്ന പോലെയുള്ള പ്രയാസകരമായ അനുഭവങ്ങൾക്കും പല ബാങ്കുകളും സാക്ഷ്യം വഹിച്ചു. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബി ബാബുപ്രസാദ് മുൻ മാനേജിംഗ് ഡയറക്ടർമാരെ ആദരിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് S സുനിൽകുമാർ ബാങ്കിന്റെ ATM കൗണ്ടറിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ആറാട്ടുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മൈമൂനത്ത് ഭഗത് ബാങ്കിന്റെ പുതിയ കവാടം ഉദ്ഘാടനം ചെയ്തു. കാർത്തികപ്പള്ളി അസിസ്റ്റന്റ് രജിസ്ട്രാർ ജനറൽ CC ഷാജി, ബാങ്കിന്റെ ഓഡിറ്റർ S അനിൽ, സെയിൽസ് ഓഫീസർ S സുമി, വിവിധ ബാങ്ക് പ്രസിഡന്റുമാരായ K രാജൻ, അഡ്വക്കേറ്റ് N രാജഗോപാൽ, സുനിൽ SS സൂര്യമംഗലം, മുൻ ബാങ്ക് പ്രസിഡന്റുമാരായ M ചന്ദ്രഹാസൻ, വയലിൽ ആനന്ദൻ, ഗ്രാമപഞ്ചായത്ത് അംഗം രമ്യ ബിനു, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റുമാരായ VK സിദ്ധാർത്ഥൻ, രാഹുൽ കവിരാജ്, ജീവനക്കാരുടെ സംഘടനാ നേതാക്കളായ സുരേഷ് ആമ്പക്കാട്, KP ഹരിലാൽ, ബാങ്ക് മാനേജിംഗ് ഡയറക്ടർ R മിനി ഭാനു, സ്വാഗത സംഘം വൈസ് ചെയർമാൻ N പ്രഹ്ലാദൻ എന്നിവർ സംസാരിച്ചു. ബാങ്ക് ഡയറക്ടർമാരായ TP അനിൽകുമാർ, S അനിലാൽ, സുജിത്ത് സുകുമാരൻ, PT ബേബിലാൽ, ഷൈജു ബഷീർ, K ജഗൽജീവ്, D സത്യാനന്ദൻ, R കാർത്തികേയൻ, O ശിവപ്രഭ, R ബിന്ദു, P ഗീത, സ്വാഗത സംഘം ജോയിന്റ് കൺവീനർ C ശിവദാസൻ, വിവിധ സബ് കമ്മിറ്റി കൺവീനർമാരായ B ചന്ദ്രസേനൻ, അപ്പു പുത്തൻപുരയിൽ, OV സതീശൻ, B സുരേഷ് ബാബു ഈരിക്കൽ, സുരേഷ് രാമനാമടം, S കൃഷ്ണൻകുട്ടി തുടങ്ങിയവർ പങ്കെടുത്തു. CDN News കായംകുളം.